ഹായ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കുറുമ പല രീതിയിൽ ഉണ്ടാക്കും. അധികം എരിവില്ലാതെ വെള്ള കളറിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മളിന്ന് മുളകൊക്കെ ചേർത്ത് കുറച്ചൊരു എരിവോട് കൂടിയ ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പം 2 ചെറിയ കഷ്ണം പട്ട, ഒരു 4-5 ഏലക്ക, 7-8 ഗ്രാമ്പൂ, അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകവും കൂടി ഇട്ടു. ഇനി ഒരു 5 വറ്റൽ മുളകും കൂടി ചേർത്തിട്ട് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളകൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു സവോളയുടെ പകുതി, ഒരു ചെറിയ സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വാടിയാൽ മതി. സവോള ഇതുപോലെ വാടി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ടാം. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി ആ തേങ്ങയുടെ പച്ചപ്പ് ഒന്ന് മാറണം. ഇതിൻ്റെ നിറം ഒന്നും മാറാൻ പാടില്ല. ഒരു ഈർപ്പമുണ്ടല്ലോ തേങ്ങയ്ക്ക്, അതൊന്ന് മാറിക്കിട്ടിയാൽ മതി. നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് അരച്ചെടുക്കണം. പിന്നെ ചൂട് മാറി കഴിയുമ്പോൾ ഒരു മിക്സി ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-15 കാഷ്യൂ നട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്താണ്. ഇത് ആദ്യം തേങ്ങ അരച്ചപ്പോൾ തന്നെ ചേർക്കേണ്ടിയായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പാനിൽ ഒരല്പം കൂടി എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പം 2 വലിയ സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതിട്ടു. ഒരു പച്ചമുളകും ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങണം. ചെറിയൊരു ബ്രൗൺ കളർ വരണം. സവോള ഇതുപോലെ ഒന്ന് നിറം മാറിക്കഴിയുമ്പോൾ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പേസ്റ്റിൽ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ എരിവും ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് ഇതിനകത്ത് മുളക് പൊടി കുറച്ച് മതി. ഇനി ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഞാനത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. എല്ലാം കൂടി വഴറ്റി പൊടികളുടെ പച്ചപ്പൊന്ന് മാറണം. പൊടികൾ മൂത്ത് കഴിയുമ്പം ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി അങ്ങനെ ഒത്തിരി വേവേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 1/4 കിലോ ചിക്കൻ, അതായത് 750 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താണ്. അപ്പോൾ ചിക്കൻ ചേർത്ത് ഈ മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട. മിക്കവാറും ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഒരുപാട് ലൂസായിട്ടുള്ളൊരു ഗ്രേവി അല്ല, നല്ല കുറുകിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ച് നോക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നോക്കിയാൽ മതി. അഥവാ വെള്ളം ഒട്ടും ചിക്കനിൽ നിന്ന് വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് നോക്കണം. വെള്ളം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പോൾ ഇത് അടച്ചു വെക്കാം. നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ചിക്കനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. ഇത് ഈ ഒരു രീതിയിലാണ് വേണ്ടത്. കണ്ടോ, ഇത്രയും കുറുകിയിരിക്കുന്ന ഒരു ഗ്രേവി ആയിരിക്കണം. പിന്നെ ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ അഥവാ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇത് ഒത്തിരി കുറുകിപ്പോയി ഗ്രേവി ഒട്ടും ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ ആ സമയത്ത് കുറച്ച് തേങ്ങാപ്പാൽ എന്തെങ്കിലും ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്താലും മതി. അതല്ലെങ്കിൽ അതായത് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കി വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്തായാലും ഒത്തിരി ലൂസ് ആവരുത്. അത്യാവശ്യം നല്ല കുറുകിയ ഒരു ഗ്രേവി ആയിരിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നെയ്ച്ചോറിന് മാത്രമല്ല, ചപ്പാത്തി, പത്തിരി, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.